മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മലയാളി വാർത്ത നിൽക്കുന്നത് കല്ലൂർക്കാട് നീലമ്പുഴ എന്ന സ്ഥലത്താണ്. നീറമ്പുഴ ആ സ്ഥലത്താണ്. ഈ വഴി കൊടുക്കാതെ ക്രൂരതകൾ കാണിക്കുന്നവരുടെ നിരവധി വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുവരുന്നുണ്ട്. അതായത് പ്രായമായവർ, രോഗം ബാധിച്ചു കിടക്കുന്നവർ, അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ സാധിക്കാതെ വഴി അടയ്ക്കുന്നവർ, അവരുടെ വീട്ടിലേക്ക് പോലും പോകാൻ സമ്മതിക്കാതെ വഴി അടയ്ക്കുന്നവരുടെയൊക്കെ വാർത്തകൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു കണ്ണില്ലാ ക്രൂരത, അതായത് കോടതിയുടെ ഉത്തരവിന് പോലും പുല്ല് വില നൽകുന്ന ചില ആളുകൾ, ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന, ഭർത്താവ് രോഗിയാണ്, താമസിക്കുന്ന വഴി അടയ്ക്കുന്ന, വീട്ടിലേക്ക് പോകുന്ന വഴി അടയ്ക്കുന്ന ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും എന്താണ് ആ വാർത്ത, എന്താണ് സംഭവം എന്നൊക്കെയുള്ളത് അതുമായി ബന്ധപ്പെട്ട് ആ വീട്ടുടമസ്ഥയോട് തന്നെ ചോദിക്കാം. ഈ വീട്ടിലേക്ക് കടക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ആ വീടിന്റെ ഉടമസ്ഥ ബീന ഉല്ലാസ്, അല്ലെ? എങ്ങനെയാണ് നിങ്ങളുടെ വീട്? ഈ കാണുന്ന വീടിന്റെ പുറകുവശത്താണ്. ഈ വീടിന്റെ പുറകുവശത്താണ്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ഒരു വഴിയില്ല. ഇപ്പൊ അങ്ങനെ ഞാൻ ചാടി ഓടിയാണ് ഇപ്പൊ നടക്കുന്നത്. ഇതുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കമ്മീഷൻ വന്ന് ഇവിടെ ഓർഡർ തന്നു. കോർട്ട് ഓർഡർ ഉണ്ട്, ഇവിടെ അടയ്ക്കരുതെന്ന് പറഞ്ഞ് റോഡ് കിടക്കാം. അവര് വന്നത് ഇതിലേ കൂടെയാണ് കാറിന് വന്നത്. അവര് വണ്ടിക്ക് പോയത് ഇതിലെയാണ്. അവിടം വരെ, എന്റെ മുറ്റം വരെ വണ്ടി എത്തും. പക്ഷെ ഇത് തടഞ്ഞിരിക്കുകയാണ്. വടക്കേക്കുടി ജോൺസൺ എന്ന് പറഞ്ഞ ആളും ജോജോയെ നമ്പ്യാർ പറമ്പി തോമസ് എന്ന് പറഞ്ഞ ആളാണ് JCB കൊണ്ടുവന്ന് ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ്, നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം മണ്ണുന്നത് അവിടെ നോക്കിയാൽ അറിയാം. കല്ലും മണ്ണും എല്ലാം ഇട്ട് ഞങ്ങളുടെ വഴി വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമല്ല എന്റെ ഭർത്താവിന്റെ പാരമ്പര്യ സ്വത്തായിരുന്നു ഇത്. അതിന്റെ ഒരു ഭാഗം ആയിരുന്നു ഇവര് വാങ്ങിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയകളും പിന്നെ ഇവിടെ കുറച്ചുപേരും കൂടിയാണ് ഈ വഴി തടഞ്ഞിരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ വഴി തടഞ്ഞത്? സാധാരണ നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ് നടക്കാനുള്ള വഴി എന്ന് പറയുന്നത്. ആ വഴി കെട്ടിയടച്ചുകൊണ്ടുള്ള ഒരു ക്രൂരതയാണ്. അതായത് കോടതി ഉത്തരവിന് പോലും പുല്ല് വില നൽകിക്കൊണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് ഈ വഴി അടച്ചത്? വഴി അടച്ചത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കോണോന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത്. വീടും വസ്തുവും വിറ്റിട്ട്, വീടും വസ്തുവും ഇട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് എവിടെയാണെന്ന് പൊക്കോണമെന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത്. ഭീഷണിയുടെ സ്വരമാണ് നമുക്ക് ഭീഷണിയേ ഉള്ളൂ. നമ്മളെ എന്തും ചെയ്യാന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത്. ഏത് തരത്തിലായിരുന്നു ഭീഷണിപ്പെടുത്തുന്നത്? കടക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ കെട്ടിയടച്ചേക്കുന്നു. ഞാൻ പല പ്രാവശ്യം പോലീസിനെ വിളിക്കും. പോലീസ് ഇവിടെ പല പ്രാവശ്യം വന്നിട്ടൊക്കെ ഉള്ളതാണ്. പോലീസ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് തുറന്നു കൊടുക്കണമെന്ന്. അവര് തുറന്നു തരികയില്ല. ചാടിക്കടന്ന് വേണം ഡെയിലി പോകാനായിട്ട്. അവര് ചിലപ്പോ ഇവിടെ വണ്ടി കൊണ്ടിട്ടേക്കും. നമുക്ക് കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ ഇപ്പം എനിക്കിപ്പോ 52 വയസ്സായി. ഈ പ്രായത്തിലൊരു വ്യായാമമാണല്ലേ? വ്യായാമം, ഞാനും എന്റെ ഭർത്താവ് സ്ഥിര രോഗിയാണ്. ഭർത്താവിന് യൂറിക് ആസിഡിന്റെ വരുമോ? ഭർത്താവ് നിത്യ രോഗിയാണ്. ഇവിടുന്ന് ആംബുലൻസിൽ ഇവിടുത്തെ ഫയർ സ്റ്റേഷനിൽ നിന്ന് ആംബുലൻസ് വന്നാണ് എന്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. അങ്ങനെ ഞാനും രോഗിയായിരുന്നു. ഈ ഒരു മാസമായിട്ട് രണ്ടുപേരും അസുഖമായിട്ട് ഇതിനകത്ത് കിടക്കുമായിരുന്നു. എനിക്കിവിടെ പ്രത്യേകിച്ച് ഒരു അയൽവക്കം എന്ന് പറയാൻ പോലും ഇല്ല. ഉള്ള അയൽവക്കം അയൽവീട്ടുകാർ താഴെയുള്ളവർക്ക് ആർക്കും കുഴപ്പമില്ല. ഇതിന്റെ താഴോട്ടുള്ള ഈ ഒരു വീട്ടുകാർ വേറെ കുറച്ചു പേരും കൂടെ കൂടിക്കൊണ്ടുള്ള മാത്രമേ ഉള്ളൂ നമ്മളോടുള്ള വൈരാഗ്യം. രണ്ട് മൂന്ന് വീട്ടുകാർ കൂടിയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജോൺസൺ എന്ന് പറഞ്ഞ ജോജോ എന്ന് പറഞ്ഞ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി ആരെ കൊണ്ട് യാതൊരു പ്രശ്നമില്ല ഇവിടെ എനിക്ക്. ഇതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി? ഞങ്ങളുടെ വീട്ടിലേക്ക്. സാധാരണ ഈ വീട് വരുന്നതിന് മുന്നേ ഏത് സ്ഥലത്തൂടെയായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? ഈ വഴി വരുന്നതിന് മുമ്പല്ല, ഞങ്ങൾ ഇവിടെ താമസമായപ്പോ തൊട്ട് ഈ വഴി കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ട്, എല്ലാ വണ്ടിയും വന്നിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എന്റെ വീട്ടിലിറക്കി. എന്റെ വീട് പണിതിരിക്കുന്നത് ലൈഫിന്റെ വീടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മിഷൻ പദ്ധതിയുടെ വീടാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ വീട് വെച്ച് താമസം തുടങ്ങുമ്പോൾ തൊട്ട് ഞാനും ഭർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട് വഴിയാണിത്. അപ്പം അതാണ് ഈ തടഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേ കൂടെ എന്നാൽ പോലീസ് വന്ന് പറഞ്ഞു ഇതിലേ കൂടെ ചിലപ്പം ഇത് വലിയ മാണ്ടിയാണ്, കണ്ടോ കല്ലൊക്കെ ഇരിക്കുന്നുണ്ടോ, ഇതിലേ കൂടെ പൊക്കണം. ഇതിലായിരുന്നു വഴി. ഇപ്പൊ നിലവിൽ ഇത് നിങ്ങൾ കാണാം. രാവിലെ JCB വന്ന് ഞങ്ങൾ ഇതിലേ കൂടെ പോയി. ഇതിലൂടെയാണ് കമ്മീഷനൊക്കെ കാറ് വന്നത്, എല്ലാരും വരുന്നത്, ഞങ്ങൾ നടന്നോണ്ടിരുന്നത്. അപ്പം അവിടെ ആണ് അടച്ചു വെച്ചേക്കുന്നത്. ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു അടയ്ക്കരുത്, കോർട്ട് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കോടതി കണ്ടോളാന്ന് പറഞ്ഞു. നമ്പ്യാർ പറമ്പി തോമസ് എന്ന് പറഞ്ഞ ആളാണ് രാവിലെ ഇത് വന്ന് ചെയ്തത്. ഇതാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഈ വഴിയാണ് ഇപ്പൊ അടച്ചേക്കുന്നത്. അതായത് ഇപ്പൊ ഈ വഴി ഇല്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ അത് അവര് ഒരു തരത്തിലും നടക്കത്തില്ലായിരുന്നു. പോലീസ് ഒന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടിട്ട് തുറന്നിട്ടില്ല. അപ്പൊ ഞാനിത്
ഞാൻ തന്നെ ഇതല്ല ഈ കല്ല് ഇതുണ്ടോ, ഈ കല്ല് കണ്ടോ ഞാൻ മാറ്റി തൂമ്പായിക്ക് വന്ന് കോരി ഈ കല്ലുകളെല്ലാം മറിച്ച് സുഖമില്ലാത്ത ഞാൻ എന്നാന്ന് വെച്ചാൽ നമുക്കൊന്നും വെള്ളമില്ല. ഇന്നിപ്പോ നിങ്ങൾ നോക്കുമ്പോൾ പറയാം എന്റെ വീട്ടിൽ കുടിവെള്ളമില്ല. ഞങ്ങള് താഴെയാണ് തറവാട്ടിൽ നിന്നാണ് പോയി കുടിവെള്ളം എടുത്തോണ്ട് വരുന്നത്. ഒരു തുള്ളി വെള്ളമില്ല വീട്ടില്. ഇപ്പൊ കുടിക്കണമെങ്കിൽ ആകെ ഒരു ജഗ് വെള്ളം ഇരിക്കുള്ളൂ. അതറിയാവോ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ട്. ഈ ലൈഫ് മിഷനിൽ വീട് വെക്കുന്ന സമയത്തൊക്കെ ഇവിടെ വഴി ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ വരുമ്പോ തൊട്ട് ഈ വഴി ഉപയോഗിച്ചോണ്ടിരുന്നു. പിന്നെ ഈ വസ്തു വാങ്ങിയതിന് ശേഷമാണ് വഴി അടച്ചത്. അല്ല, അവര് വസ്തു വാങ്ങിയപ്പോ അടച്ചിട്ടില്ല. വസ്തു വാങ്ങി ഇവിടെ ബാങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടേക്കുവായിരുന്നു. 2-3 കൂട്ടർ കൂടി ലോണൊക്കെ എടുത്തേക്കുമായിരുന്നു. ഇവർക്ക് പല കേസുകളും ഉണ്ട്. അപ്പം അന്നേരമൊക്കെ ഇവിടെ വെറുതെ കിടക്കുമായിരുന്നു. ഈ വീട് ഇങ്ങനെ ആയിരുന്നില്ല കിടന്ന, ഒരു പഴയ വീടായിരുന്നു. എന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്, എന്റെ കയ്യിൽ എല്ലാ ഫോട്ടോസും ഉണ്ട്, വഴിയുടെ എല്ലാം ഉണ്ട്. അപ്പൊ അന്നേരം ഒന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അയാളെ പുതിയതായിട്ട് ഇറക്കിയതാണോ അയാൾ വന്നതാണോ എന്നറിയത്തില്ല. അയാളാണ് ഇപ്പൊ ഓണർ എന്ന് പറയുന്നത്. അയാളാണ് ഇപ്പൊ ഈ വഴിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതും. ഈ തോമസും ഇവരും 2 കൂട്ടരും കൂടെയാണ് ഞങ്ങളെ ഇപ്പം ഇങ്ങോട്ട് കടത്താത്ത രീതിയിലുള്ള പരിപാടിയെല്ലാം ചെയ്യുന്നത്. പിന്നെ കുറച്ച് 1-2 പേര് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പൊ കോടതിയുടെയും കമ്മീഷന്റെ ഒക്കെ ഉത്തരവുണ്ട് വഴി തരണം. കാരണം പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഒരു നിത്യരോഗിയാണ്. ഇപ്പൊ ആംബുലൻസിൽ കൊണ്ടുപോകണം. ആംബുലൻസ് ഇവിടെ വരെ വരത്തില്ല. വളരെ ബുദ്ധിമുട്ട് വന്നായിരുന്നു. ഇവിടെ വന്നിരുന്നു കൊണ്ടുപോകുന്നതും ആംബുലൻസ് വരിക, എല്ലാ വണ്ടി വരിക. ഇവിടെ വന്നിട്ട് ഈ മുറ്റത്താണ് കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് ഇവിടെ കമ്മീഷന്റെ കാറ് ഇവിടെയാ കൊണ്ടുവന്നത്. അന്നേരത്തേനും പിന്നെ എന്റെ ഫ്രണ്ട് വന്നായിരുന്നു. ഇങ്ങനെ അവസ്ഥ. ഇത് വേറൊരാളുടെ, ഈ സ്ഥലം ബാബു എന്ന് പറഞ്ഞ ഒരാളുടെ. അവര് 2 പേരും കൂടെയാണ് ഇപ്പൊ കേസ് കൊടുത്തേക്കുന്നത് വീട്ടിലേക്കുള്ള വഴി. അവരുടെ പറമ്പിൽ കൂടെ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പൊ അവരും വന്ന് ഇതിനകത്ത് കൂടി, അവരും കക്ഷി ചേർന്നിട്ടുണ്ട്. അവരിപ്പോ നിലവിൽ വന്നിട്ടില്ല, എന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് പോയിരിക്കാം. അപ്പൊ അവര് വരും എന്നാണേലും അവർക്കും ഞങ്ങൾക്ക് 2 കൂട്ടർക്കുള്ള വഴിയാണിത്. 2 വീട്ടുകാർക്ക് 2 വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ നിലവിൽ ശരിക്കും പറഞ്ഞാൽ 3 ആധാരമുണ്ട്. 3 ആധാരക്കാർക്കും വേണ്ടിയിട്ടുള്ള വഴിയാ. അത്രയും പേർക്കുള്ള വഴിയാണ് ഇവര് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു തരത്തിൽ നമുക്ക് വീട്ടിലേക്ക് പോകത്തില്ല, കുടിവെള്ളം കൊണ്ടുപോകാൻ പറ്റിയല്ല, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന പറഞ്ഞാൽ. ഞാനൊരു ലേഡി മാത്രമേ ഉള്ളൂ, ഭർത്താവ് രോഗിയാണ്. നിങ്ങൾക്കറിയാം, എത്രയും ഭാഗത്തൊന്നും ഒരു അയൽവക്കമില്ല, ആരുമില്ല ഒരു സപ്പോർട്ടീവ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെയാ പോകുന്നത്. ഇന്നിപ്പോ പോലീസിനെ വിളിച്ചിട്ടിരിക്കുക, കമ്മീഷനെ ഒക്കെ വിളിച്ചു. പോലീസ് എന്താ പറയുന്നത്? പോലീസ് എന്താന്ന് പറഞ്ഞാൽ, പോലീസ് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വഴി തടസ്സമാണെന്ന് അവര് പറയുന്നു. ഇപ്പൊ കോർട്ട് ഓർഡർ ഉണ്ടല്ലോ, അവർക്ക് ഇത് തുറക്കാവല്ലോ. ആ ചങ്ങല അവിടെ ഇട്ടിരിക്കുന്നില്ല, അതൊന്നും ഇടാനുള്ള ഇതില്ല. ചങ്ങല അവരാ ചങ്ങല ഇട്ടിട്ടുണ്ട്. ചങ്ങല ഇടാനുള്ള അവർക്ക് അനുവാദം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇന്നലെയാണ് അവർ ആ ചങ്ങല ഇട്ട് വെച്ചേക്കുന്നത്. നമ്മൾ കടക്കരുത്, ഒരു വണ്ടി ഇങ്ങോട്ട് കടക്കരുത്. ഒരു പോലീസുകാർ വന്നാലും അവിടെ വന്നിട്ട് അന്നേരം തന്നെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ തന്നെ പോലീസുകാരെ ഇവിടെ കുറച്ചുപേര് ഇവര് 2 കൂട്ടർ കൂടി നിന്നോണ്ട് അവരെ വിളിച്ചിട്ട് മാറ്റിക്കൊണ്ടേ നമ്മുടെ കുറ്റം പറയലൊക്കെയാണ് അവരുടെ പരിപാടി. വേറെ ആരോടെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലോ മന്ത്രിമാർക്കോ ആർക്കെങ്കിലും പരാതി? മന്ത്രിമാർക്ക് ആർക്കും ഇപ്പൊ നിലവിൽ ഇതിന് പരാതി നൽകിയിട്ടില്ല. മന്ത്രിമാർക്കൊക്കെ ഞാൻ വിളിച്ചു, MLA-യോട് വിളിച്ചു പറഞ്ഞു. പഞ്ചായത്തിലേക്ക് മെമ്പർമാരൊന്നും ഇതിനകത്തൊന്നും ഇടപെടുന്നില്ല. നമ്മളെ ഇത്രയും ക്രൂരതയായിട്ട് വിളിച്ചു. മെമ്പർ വളരെ മോശമായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മെമ്പറുടെ പേര് പ്രേമലത. വോട്ട് സമയത്ത് പുള്ളി ഇവിടുന്ന് ഇറങ്ങാതെ നടന്നു. വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മറ്റുള്ള ഇവിടെ അസോസിയേഷൻ കമ്മ്യൂണിസ്റ്റുകാരാ. ഇവിടെ മുഴുവനും കമ്മ്യൂണിസ്റ്റുകാരാ. ഇവര് കോൺഗ്രസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവര് ബാക്കിയുള്ളവരെല്ലാരും മാർക്സിസ്റ്റുകാരാ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ആരും ഒരു സഹായമില്ല. നമ്മളെ ഇതുപോലെ കുടിവെള്ളം ഇല്ലാതെ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ വഴി അടച്ചിട്ട് ഞാൻ 3 ദിവസം ഞാൻ മാത്രം, എന്റെ ഭർത്താവ് മാനസികമായിട്ട് തകർന്നു. അന്ന് ഭർത്താവിന് അത്യാവശ്യമൊക്കെ നടക്കായിരുന്നു. എന്നിട്ട് തറവാട്ടിലേക്ക് പോയി. 3 ദിവസം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിച്ചു. അന്നേരം ഞാൻ പലരെയും വിളിച്ചു, ആരും ഇവിടെ വന്നിട്ടില്ല. എന്നിട്ട് 3 ദിവസം ഞാനിവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്നത്. ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ടിനല്ല, എന്റെ ആൾക്കാർ വരും. എന്റെ ആൾക്കാർ മാത്രമേ വരുള്ളൂ. ഇന്നലെ ഇപ്പൊ രോഗിയായി ഭർത്താവിന് ഞാൻ വേറൊരു അത്യാവശ്യത്തിന് പോയപ്പോ ആക്കിയിട്ട് പോയപ്പോ അവനും പനിയാ. എന്റെ ഭർത്താവ് ഇതാണ് കിടക്കുന്നത്. ഇപ്പൊ യൂറിൻ പോകുന്നുണ്ട് പുള്ളിക്ക് നിലവില്. മണം നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല, മൂത്രം പോകുന്നുണ്ട്. ബെഡിലെല്ലാം മൂത്രം പോവുകയാണ്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ? ഞാൻ പോലീസിനെ ഇപ്പൊ വിളിച്ചിട്ട് ഇത്രയും നേരമായിട്ട് അവര് വന്നിട്ടില്ല. പോലീസുകാരെ വിളിച്ചിട്ടുണ്ട്, പിന്നെ കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരും വന്നിട്ടില്ല. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പുള്ളിക്ക് ഞാൻ എങ്ങനെ കൊണ്ടുപോകും? പുള്ളിനെ എങ്ങനെ എടുക്കും? എനിക്ക് എടുക്കാൻ പോലും പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. മൂത്രത്തിന്റെ മണം കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല. മൂത്രം യൂറിൻ പോയിക്കൊണ്ടിരിക്കുക പുള്ളിക്ക്. ബെഡിൽ മുഴുവനും മൂത്രം കിടക്കുക. ഞാൻ തുണി മാറ്റിയിട്ടില്ല. ഇനിയിപ്പോ ആ തുണിയെല്ലാം മാറ്റി കൊണ്ടുപോകണം.
സത്യത്തിൽ ഇത് നമ്മുടെ ഈ ഒരു അവസ്ഥ അത് എത്രത്തോളം ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാകും എന്നെനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ ഒരു വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥ. കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അതിന് കൃത്യമായി വില കൽപ്പിക്കാതെ ഇത്തരം ക്രൂരതകൾ കാണിക്കുന്നവരോട് കോടതി തന്നെ നേരിട്ട് ഇടപെടൽ നടത്തി. വേണ്ടി മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. കോടതിന്റെ ദൈവം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക്, വേറെ ഒരു രക്ഷയില്ല നമുക്ക്. ഞങ്ങൾ പല പ്രാവശ്യം അവരോട് ചോദിച്ചു, നിങ്ങൾ വഴി എഴുതി തരുവാണെങ്കിൽ കുറച്ച് ഞങ്ങൾ ബാങ്കിൽ വെച്ചിട്ട്, ഞങ്ങൾക്ക് വഴിയില്ലാതെ ബാങ്കിൽ വെക്കാൻ പറ്റില്ല, ബാങ്കിൽ വെച്ചിട്ട് ഈ സ്ഥലം വെച്ചിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി. അതിലൊന്നും അവരിപ്പം ഇവിടെ ഒരു 80,000 നിൽക്കുന്നതിന് ഞങ്ങളോട് 3 ലക്ഷം 2.5 ലക്ഷം കണ്ടാ പറഞ്ഞ് ഞങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ അത്രയും കൊടുക്കാൻ പറ്റത്തില്ല. ആ പഞ്ചായത്ത് റോഡ് തൊട്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം വന്നില്ലേ ആ കാറ് നിൽക്കുന്നിടം തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ അവർ മതിൽ കെട്ടും, പിന്നെ അവിടെ നിന്ന് ഇച്ചിരി വിട്ടു തന്നാൽ മതി, അല്ല സ്ഥലം വിട്ടു കൊടുക്കാന്ന് പറഞ്ഞു. ഒന്നിനും അവർ തയ്യാറല്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയെങ്കിലും തരാന്ന് പറഞ്ഞു, അതിനും അവർ തയ്യാറല്ല. അപ്പൊ അവർക്ക് 6 ലക്ഷം 7 ലക്ഷമാണ് ചോദിക്കുന്നത്. അത്ര ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ നിവൃത്തിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ കാലും ഒക്കെ ഒന്ന് കവർ ചെയ്യണേ. പുള്ളിയുടെ കാലൊക്കെ പൊട്ടുന്ന, പുള്ളിക്ക് നടക്കത്തില്ല, 2 കാലിനും നീരാണ്, പുള്ളിക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങനെയും ഇവിടെ കൊണ്ടുപോകണം. ഇതാണ് കാല്, കാലെല്ലാം പൊട്ടിക്കുന്നു, നീരൊലിച്ച് വേണ്ട. കാല് കണ്ടോ, കാല് തന്നെ മുറിവ് കരിക്കോസ് വന്നിട്ട് പൊട്ടി ഇങ്ങനെ യൂറിൻ പോയിക്കൊണ്ടിരിക്കുക പുള്ളിയുടെ. അപ്പൊ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ പുള്ളി എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത്. ഇതുണ്ടോ, എത്രയും പെട്ടെന്ന് പുള്ളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിച്ചു. എന്റെ ഭർത്താവ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇവര് മാത്രമാണ് ഉത്തരവാദി. എനിക്ക് ഒരു തരത്തിലും കൊണ്ടുപോകത്തില്ല. എനിക്ക് ആംബുലൻസ് കയറണം, അത് എടുത്തു കളയണം. ആ ചങ്ങല എടുത്തു കളയാതെ വണ്ടി വരത്തില്ല. ഇവിടം വരെ എങ്ങനെയും നമ്മൾ എടുത്തു കൊണ്ടുപോകാം എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആരെ വിളിക്കും, വീട്ടിൽ വണ്ടി കയറി വരുന്നില്ല. ഞാൻ ആ ഒരൊറ്റ ടെൻഷനിലാണ് നിൽക്കുന്നത്. എന്റെ ഭർത്താവിനെ എങ്ങനെ എത്തിക്കും, എവിടം വരെ എത്തിക്കും എന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്റെ ഭർത്താവ് നിൽക്കുന്നത്. ഇതിന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസും കോടതി ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തട്ടെ, മുഖ്യമന്ത്രി ഇതിന് തീരുമാനം എടുക്കട്ടെ, ആഭ്യന്തര വകുപ്പ് എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കാണുന്ന നല്ലവരായ എല്ലാ നേതാക്കന്മാരും MLA തിരിഞ്ഞു നോക്കിയിട്ടില്ല. MLA വിളിച്ച് ഞാൻ മടുത്തു. ഇതിന് മുമ്പ് MLA ഉണ്ടായിരുന്നു. ഇപ്പം മാത്തിക്കൊള്ളനാണ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, സാറിങ്ങനെ ഞാനിവിടെ കിടന്ന് മരിക്കും, അത്ര ഒരു സ്റ്റേജിലാണ്. 2-3 ദിവസം എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ ബോട്ടിലെ ഞങ്ങൾ കുടിവെള്ളം കൊണ്ടിരുന്നത്. ആ ബോട്ടിൻ്റെ അകത്ത് വെള്ളം തീർന്നു, കുടിവെള്ളം വരെയും തീർന്നു ഞങ്ങൾക്ക്. അത്ര ഒരു അവസ്ഥ കൂടെ ഞങ്ങൾ ഇതിലൂടെ പോകുന്ന. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. നിങ്ങളാണല്ലോ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്, നിങ്ങൾ വരണമെന്ന് ഞാൻ പറഞ്ഞു അവരോട്. അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നമ്പർ തരാം, ഞാനൊരു പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ട് ചെയ്തു. ഞാൻ അവരുടെ ഓഫീസിൽ വിളിക്കും, പുള്ളി അവര് പല പ്രാവശ്യം എടുക്കാറില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോടൊക്കെ വിളിച്ചു പറയുമ്പോൾ നേരത്തെ ഒക്കെ എടുക്കുമായിരുന്നു, ഇപ്പൊ എടുക്കുന്നുമില്ല അവര്. അങ്ങനെ ഇതിനു മുമ്പും ഇവര് പല പ്രാവശ്യം വഴി അടയ്ക്കും, വന്നിട്ട് ഇടയ്ക്കൊന്ന് തുറക്കും, അതിനു മുമ്പ് അടച്ചിട്ടു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് തുറക്കും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ മാക്സിമം. നമ്മൾ ഇവിടുന്ന് പോവുക, നമ്മളിവിടെ കിടക്കരുത്. ഞങ്ങൾ എങ്ങോട്ട് പോകും? നമുക്ക് വേറെ പോകാനൊരു പോക്കടമില്ല. വഴിയാകുള്ളൂ. രോഗിയായ ഭർത്താവ്, ഞാൻ എങ്ങനെ പോകും? എനിക്ക് വാടകയ്ക്ക് പോലും പോകാൻ എന്റെ അടുത്ത് ഭർത്താവിന് സുഖമില്ല, പിന്നെ അതുപോലെ എനിക്ക് സുഖമില്ലാത്ത ആളാണ്. എങ്കിലും നമുക്കങ്ങനെ ഓടിപ്പോയി നമുക്കൊരു 2 പേർക്കും ഒരു ജോലിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെ വാടകയ്ക്ക് കിടക്കും? വാടകയ്ക്ക് കിടക്കാൻ പോലും നിവൃത്തിയില്ലാത്ത. ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്നും വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തുനിന്ന് DGP അതുപോലെ DSPയുടെ അടുത്ത് ഒക്കെ പറഞ്ഞിട്ട് ആരുടെ അടുത്തും പോലീസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്കൊരു പരിധിയുണ്ട്. പക്ഷെ ഈ കല്ലൂർക്കാടുന്ന് അനിൽ എന്ന് പറഞ്ഞിട്ടൊരു സാറ് വന്നു ഇവിടെ. അനിൽ എന്ന് വന്ന പോലീസ് എനിക്ക് അവരോട് പറഞ്ഞു 2 മണിക്കൂറിനകം ഈ കല്ല് മാറ്റി ചേച്ചിക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം അവിടെ അത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു 2 മണിക്കൂറിനകം നിങ്ങൾ ഇത് മാറ്റി കൊടുക്കണം, ഇത് കോർട്ട് ഓർഡർ ഉള്ളതാണ്, നിങ്ങൾ എന്ത് വെട്ടിത്തമാണ് ഈ ചെയ്തേക്കുന്നത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അവര് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ എല്ലി മാന്തുന്നാലേ ആ മൂലയ്ക്ക് ശകലം വേണമെങ്കിൽ മാന്തി തരാന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയിട്ട് നമ്മൾ എങ്ങനെ പോകും? എങ്ങനെ പുറത്തേക്ക് കിടക്കാം? കല്ലിന്റെ ഇടയ്ക്കൂടെ ഈ കാല് വയ്യാത്ത മനുഷ്യൻ എങ്ങനെയൊന്ന് പോകണമെന്ന് വെച്ചാൽ പോകും? പുള്ളി 2 ദിവസം ഏറ്റാണെന്ന 4 ദിവസം ഇതുപോലത്തെ അവസ്ഥയിലാണ്. നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി മാസങ്ങളോളം ആശുപത്രി കൊണ്ടുവരണം. അത് കഴിയുമ്പോഴാണ് പിന്നെ വീട്ടിലേക്ക് വരാറാകുന്നത്. വന്നു കഴിയുമ്പോഴും ഏത് നിമിഷമാണെന്ന് അറിയത്തില്ല. ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന കാല് മാടില്ല എന്നെല്ലാം അറിയാം. ഒരു പ്രാവശ്യം ഇവിടെ ഇരിക്കുന്ന അവര് തന്നെയാണ് ഹോസ്പിറ്റലിൽ പുള്ളീനെ കൊണ്ടുപോയി താങ്ങി പിടിച്ച്. അവിടെ ഒരാൾ വന്നിരിക്കാറുണ്ട് മിക്കപ്പോഴും. ആദ്യമൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലുള്ളതാണ് നമ്മുടെ ഭർത്താവ് ഇങ്ങനെ കിടക്കുന്നത്. വേണ്ടപ്പെട്ട അധികാരികളാണ് ഇതിനകത്ത് കണ്ണു തുറക്കേണ്ടത്. ഞങ്ങൾക്ക് എന്നാലും നീതി വേണം, നമുക്ക് നീതി കിട്ടണം. നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നീതി വേണം, നീതി കിട്ടിയിരിക്കണം ഞങ്ങൾക്ക്. മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെടണം,
മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടായിരിക്കണം. ഞാൻ ആരും പറയുന്നില്ല, പാർട്ടി എനിക്ക് അല്ല, എനിക്ക് വഴിയാണ് വേണ്ടത്. ഞാൻ പാർട്ടിക്കാരും മറ്റുള്ളവർ, എനിക്കിപ്പോ ഒത്തിരി പേരുണ്ട് ഞാൻ വിളിച്ചവർ, അവരാരും പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇപ്പം അവരെ ആരെയും എനിക്ക് നാണം കെടുത്തണമെന്നില്ല. എനിക്ക് എന്റെ ആവശ്യമാണ് വേണ്ടത്. എനിക്ക് ഇങ്ങോട്ടുള്ള വഴി എനിക്ക് തുറന്നു കിട്ടണം. തീർച്ചയായിട്ടും ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ണു തുറന്ന് കാണുക തന്നെ വേണം. കാരണം വഴി അടച്ചുകൊണ്ടുള്ള ഒരു ക്രൂരത അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നിത്യരോഗിയായ, അതായത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കണം. ആ ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ പോകാൻ ഒരു വഴിയാണ് വേണ്ടത്. ആ വഴി അടച്ചുകൊണ്ട് ആര് ഇത്തരം മോശ പ്രവർത്തി കാണിച്ചാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തന്നെ വേണം. അത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും ഏത് കൊലകൊമ്പനായാലും അക്കാര്യത്തിൽ കൃത്യമായ കോടതി ഉത്തരവിനെ പോലും പുല്ലുവില കൽപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും ഇവർക്ക് നീതി കൊടുക്കുവാനും എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. സാധാരണക്കാരാണ്, സർക്കാരിനെ വിശ്വസിക്കുന്നവരാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉചിതമായ ഒരു നീതി ഇവർക്ക് കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നവരാണ്. ക്യാമറമാൻ രാജീവ് വായാപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.